ബാംഗ്ലൂർ. കുറച്ചു പേർക്ക് ഇത് ജന്മഭൂമിയാണെങ്കിൽ ഭൂരിപക്ഷത്തിന് ഇത് കർമ്മഭൂമിയാണ്. കഷ്ടപ്പാടുകളിൽ തന്നെ വിശ്വസിച്ച് ഇവിടെ എത്തിയവരെ സ്വന്തം മക്കളെ പോലെ കണ്ട് കൈവിടാത്ത മഹാനഗരം. ഇത്ര വലിയ തിരക്കിനിടയിൽ സ്നേഹസമ്പന്നമായ ഒരു കൊച്ചു കുടുംബം. അമ്മ, ചപ്പാത്തി എന്താ ഇങ്ങനെ വട്ടത്തിലിരിക്കുന്നത്? ആര് ചപ്പാത്തി ഉണ്ടാക്കിയാലും എല്ലാ ചപ്പാത്തിയും ഒരുപോലെ ഇരിക്കുന്നത്. എന്റെ ചപ്പാത്തി നോക്കിക്കോ, വ്യത്യാസം ഉണ്ടാവും. നിനക്ക് എങ്ങനെ ഉണ്ടാക്കാൻ കഴിയുമോ? സിഹി, സമയം കുറെ ആയി, വേഗം പോയി റെഡി ആയിക്കേ. ബർത്ത്ഡേ ആയിട്ട് ഇന്ന് തന്നെ എന്റെ അടുത്ത് നിന്ന് കേൾക്കണ്ട കേട്ടോ. ഞാനേ ഓൾറെഡി റെഡി. ഇപ്പൊ ഇതിന് മറുപടി പറഞ്ഞേ. ചപ്പാത്തി എങ്ങനെ നേരെ പരത്തിയാലും വട്ടത്തിലല്ലേ വരുന്നത്? അതെന്താ അങ്ങനെ? നീ ഇങ്ങനെയൊക്കെ ചോദിച്ചോണ്ടിരിക്കുകയാണെങ്കിലേ ചപ്പാത്തി കരിയും. നല്ല കുട്ടിയല്ലേ, പോയി റെഡിയാവ്. ലാസ്റ്റ് ചപ്പാത്തി അല്ലേ, ഇത് ഞാൻ തന്നെ ഉണ്ടാക്കാം വിത്ത് ലവ്. നിനക്ക് ബുദ്ധിമുട്ടാവും പൊന്നെ. നീ മാത്രം ബുദ്ധിമുട്ടിയാൽ മതിയോ? എല്ലാ ജോലിയും നീ തന്നെ ചെയ്യും. മോളല്ലേ ഞാനല്ലാതെ നിന്നെ ആര് സഹായിക്കാനാ? നീ പറ. എന്റെ ചക്കരയാ നീ. നിനക്ക് എന്താ എന്നെ ഇത്ര ഇഷ്ടം? അങ്ങനെ ചോദിച്ചാൽ എന്റെ അമ്മ എനിക്ക് കൊറേ ഇഷ്ടാണ്. ഓഫീസിലെ പ്രിയാൻറ്റി ഇതൊക്കെ കണ്ട് കഴിച്ചു തീർക്കും മുമ്പേ എന്റെ അമ്മ ഇതെല്ലാം കഴിച്ചു തീർത്തേ പറ്റൂ. സീതമ്മ, ലഞ്ച് ബോക്സ് റെഡി. സീതമ്മ, സീതമ്മ. ഹാപ്പി ബർത്ത്ഡേ പൊന്നാ. ഇന്ന് കേക്ക് ഡേ, ഇന്ന് കേക്ക് ഡേ, ഇന്ന് കേക്ക് ഡേ. ഇന്ന് കേക്ക് കഴിക്കാലോ അല്ലേ സീതമ്മ? കേക്കൊക്കെ സന്ധ്യക്ക്. ഇപ്പൊ ഈ ഗിഫ്റ്റ് നോക്ക്. വാവ്, ഗിഫ്റ്റ്. എനിക്കറിയായിരുന്നു നീ എനിക്ക് എന്തായാലും ഒരു സർപ്രൈസ് തരുമെന്ന്. ഓ, എന്റെ രാജകുമാരിക്ക് എല്ലാം അറിയാലോ. ഇനി എന്നും നീ സന്തോഷത്തോടെ ഇരിക്കണം കേട്ടോ. മലേഷ്യ ലോകത്തിലെ മനോഹരമായ രാഷ്ട്രങ്ങളിൽ ഇതും ഒന്ന്. വളരെ സന്തോഷത്തോടെ ജനങ്ങൾ ജീവിക്കുന്ന ഇവിടെ തന്നെയാണ്. ഈ മഹാനഗരത്തിൽ നിന്ന് തന്നെയാണ് റാം തന്റെ ജീവിതം കരുപിടിപ്പിച്ചത്. These robots can do the work of 10 people. That's how you make money. And in business, time is money. Mr. Ashok, where is your Ram? Already അയാൾ പറഞ്ഞ സമയം കഴിഞ്ഞു. അയാൾ പറഞ്ഞ സമയത്തിന് ഇനിയും 20 മിനിറ്റ് ബാക്കിയുണ്ട്. He is always on time. Boss? Boss, where are we going? Boss, stop! Please stop!
Stop! Stop! ചുറ്റും നോക്കിയിട്ടൊക്കെ റോഡ് ക്രോസ് ചെയ്യണ്ടേ ചക്കരെ. താങ്ക് യു. യു ചമേലേ. നമസ്തേ. ബൈ. ബൈ. Boss! Stop! Oh shit. Boss, where are you going? Stop! Boss, stop! നമസ്തേ. ഇന്നെന്താ കുങ്കുമം മാത്രമുള്ളോ, ചന്ദനമില്ലേ? എന്ത് വേണമെങ്കിലും ദൈവത്തോട് ചോദിച്ചോ. എന്ത് ചോദിച്ചാലും എനിക്കിത് കിട്ടുവോ? ഭഗവാനെ, ഈ വർഷമെങ്കിലും എന്റെ അച്ഛന് വരാൻ കഴിയണേ. അമ്മേ, ദൈവത്തിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി എന്റെ അച്ഛൻ വരുവോ? മോളെ, ഞാൻ നിനക്ക് വേറൊരു ഗിഫ്റ്റും കൂടി വാങ്ങിയിട്ടുണ്ട്. അതെന്താന്ന് കാണണ്ടേ നിനക്ക്? വാ വേഗം വാ. അതൊക്കെ ഞാൻ നോക്കാം അമ്മേ. ആദ്യം ഇതിന് മറുപടി പറ. എന്തേ അച്ഛൻ എന്നെ വേണ്ടേ? എവിടെ അയാള്? നമ്മുടെ അവസ്ഥയെ പറ്റി മനസ്സിലാക്കാത്ത ഒരാളെ പറ്റി നമ്മൾ എന്തിനാ മോളെ ചിന്തിക്കുന്നേ? നോക്ക്, ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിക്കൊണ്ടുവന്ന പുതിയ ബാഗ്, നിന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ അടുത്തുള്ള ആദ്യ ബാഗ്. പിടിക്ക്. ഹാപ്പി അല്ലേ? അതെന്താ മറന്നുപോയോ? എന്ത്? ഞാൻ സ്കൂളിൽ പോയപ്പോ തല ഇറങ്ങി വീണു. സോൾണ മേഡം അമ്മയെ വിളിച്ച് സിക്ക് സീരിയസ് ആണെന്ന് പറഞ്ഞത്. അമ്മയെ ടെൻഷൻ ആവുന്നേക്കാളും നല്ലത് ആ ഇഞ്ചക്ഷൻ ഇപ്പൊ എടുക്കുന്നതല്ലേ. എനിക്ക് ഇഞ്ചക്ഷൻ തരാൻ സീതമ്മയ്ക്ക് പേടിയാണോ? സീതമ്മ പേടിക്കൊന്നും വേണ്ട. എനിക്കൊന്നും പറ്റില്ല സീതമ്മ. ഇത് പിടിക്കു സീതമ്മ. അമ്മ കരയല്ലേ. എന്റെ അമ്മ സ്ട്രോങ് അല്ലേ. നോക്ക്, എനിക്ക് ഒന്നും സംഭവിക്കില്ല. എനിക്ക് വേദന എടുത്തതേ ഇല്ല. അമ്മേ, അച്ഛൻ വരുമെന്ന് അമ്മ പറഞ്ഞില്ലേ? അതെന്റെ അച്ഛൻ തന്നെ ആയിരിക്കും. അമ്മ, നിന്റെ ഈ ഒളിച്ചുകളി എത്രയും ഭയാനകമാണെന്ന് ഇനിയും നിനക്ക് മനസ്സിലായില്ലേ? ചേട്ടാ, ഞാൻ നീ ഫോൺ വിളിച്ചാൽ എടുക്കില്ല. വീട്ടിൽ വന്നാൽ ഇവിടെ അടവ്. ഈ വാതിൽ നോക്കി ഞാൻ തിരിച്ചു പോണം. ഹാപ്പി ബർത്ത്ഡേ.
വീടൊക്കെ നല്ല ജിലി ജിലി പോലെ ഉണ്ടല്ലോ. ആരുടെ ബർത്ത്ഡേയാ? നിന്റെയാണോ? എന്താ പേടിച്ചോ? നിനക്ക് വേണ്ടി ഞാൻ കുറേ അവധി തന്നതാ, ഇനി അതില്ല. ഒരു കാര്യം ചെയ്യാം, ഈ വീട് ജാമ്യത്തിലെടുത്ത് കടം മറക്കാം. കടം തീർക്കാൻ ഞങ്ങൾക്ക് ഇപ്പൊ ആവതില്ല. അയ്യോ, കുറച്ചുകൂടി ഞങ്ങൾക്ക് സമയം തന്നാൽ ഉറപ്പായിട്ടും വീട്ടാം എന്നൊന്നും പറയാൻ നിൽക്കണ്ട. കടത്തിന് പകരം വീട് എന്റെ ആകുമ്പോ ഞാൻ എപ്പോ വേണമെങ്കിലും ഈ വീട്ടിൽ വരും. എന്താ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നു പോണെന്ന് അത്ര ആശയാണോ? പ്ലീസ് ഇങ്ങനെ വേണ്ടാത്തൊന്നും പറയരുത്. നിങ്ങൾക്ക് വേണ്ടത് പൈസയല്ലേ? അത് ഞാൻ തന്നു തീർത്തോളാം. ദയവ് ചെയ്ത് പുറത്തു പോണം. നോക്ക്, ഇന്ന് എന്റെ മോളുടെ ബർത്ത്ഡേ ആണ്. അവൾ ആശിച്ചതൊന്നും നിറവേറ്റാൻ കഴിയാത്തതിന്റെ വിഷമം എനിക്കേ അറിയൂ. നിങ്ങളുടെ പണം ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്യാം. പ്ലീസ് അല്പ സാവകാശം കൂടി തരൂ. പ്ലീസ്, എനിക്ക് കുറച്ച് സാവകാശം കൂടി താ പ്ലീസ്. മോളെ, ഇവിടെ നടക്കുന്ന നാടകം മൊത്തം നീ കാണുന്നുണ്ടോ? കുടുകുടുകുടാന്ന് കണ്ണൊക്കെ നിറഞ്ഞ് കയ്യൊക്കെ കൂപ്പി. തരാനുള്ള പൈസ തരാമെന്നല്ല, പണം തന്നേ മതിയാകൂ, കേട്ടോ? എന്നമ്മയോട് പറ. സീതമ്മ കരയാണോ? ഇല്ല, മോള് പേടിച്ചു പോയോ? പൊന്നു പേടിക്കണ്ട കേട്ടോ. വൈകുന്നേരം വന്ന് കേക്ക് മുറിക്കാം. ഇപ്പൊ പോകുമ്പോ നമുക്ക് ഓർഡർ കൊടുക്കാം. ഇപ്പൊ തന്നെ ലേറ്റ് ആയി പോവാം. സീതമ്മ, എനിക്ക് കേക്ക് വേണ്ട. എന്താ? ആ കേക്കിന്റെ പൈസ ആ ബാഡ് അങ്കിൾക്ക് കൊടുക്ക്. അയ്യോ എന്റെ മോളെ, ഇന്ന് നിന്റെ ബർത്ത്ഡേയാ. വർഷത്തിൽ ഒരിക്കലല്ലേ ഉള്ളൂ നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നേ. പിന്നെന്താ വേണ്ടാത്തേ? പക്ഷെ ആ ബാഡ് അങ്കിൾ, അയാൾക്ക് നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മുടെ വീടാ. ഇവിടെ നമ്മൾ എന്തായാലും സേഫ് ആയിരിക്കും. എന്റെ കയ്യില് കുറേ പൈസ ഉണ്ട്. കേക്ക് വാങ്ങുന്നതൊന്നും ഒരു പ്രശ്നമല്ല. നമ്മുടെ കയ്യിൽ എത്രയുണ്ട്? ജസ്റ്റ് എ മിനിറ്റ്. എന്തായാലും നീ വരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരും. അതിനെന്നെ ഇങ്ങനെയിട്ട് ലാസ്റ്റ് മിനിറ്റ് ടെൻഷൻ അടിപ്പിക്കണോ രാമാ? ബോസ്, സ്റ്റോപ്പ് സ്റ്റോപ്പ്. ഇവനെന്താ ഈ സൈക്കിളില്? വാടാ മോനെ വാ. അയ്യോ, അവിടെയാണെങ്കിൽ അയാള് വലിയ സൈക്കോ, നീയാണെങ്കിൽ സൈക്കിളിൽ ഇങ്ങനെ. ടൈം ഈസ് മണി ബഡി. അയാളും അത് തന്നെയാ പറയണത്. നിന്റെ ഈ സെക്യൂരിറ്റി ഗാർഡ്സിനെ അവോയ്ഡ് ചെയ്ത് വരാൻ ദിസ് ഈസ് ദ ഓൺലി ഓപ്ഷൻ ഫോർ മീ. ആര് പറഞ്ഞു നമ്മൾ ലേറ്റ് ആണെന്ന്? വി ആർ സ്റ്റിൽ 2 minutes early. ജസ്റ്റ് ചെക്ക് യുവർ വാച്ച്. ലെറ്റ്സ് ഗോ. ഹലോ എവരിബഡി. റാം, യാ, ഇത് മനുഷ്യൻ ചെയ്യുന്ന എന്തും ചെയ്യുന്ന റോബോ. കോഫി ടീ സെർവിങ് തുടങ്ങി പ്രൊജക്ട് ഡിസൈനിങ് വരെ എന്തും ചെയ്യൂ. ഇത് മനുഷ്യരെക്കാൾ നന്നായി വിശ്വസിക്കാൻ പറ്റുന്നത് കൊണ്ട് $5 million വരെ കിട്ടുമെന്നാണ് ഇവർ പറയുന്നത്. Happy birthday, Ram. hey, thank you. So you are aware of my birthday? Of course, Ram. എങ്കിൽ ശരി, എന്റെ ബർത്ത്ഡേയുടെ അന്ന് എനിക്ക് എന്ത് ഗിഫ്റ്റാണ് ഏറ്റവും ഇഷ്ടമെന്ന് നിനക്ക് പറയാമോ? Sorry, I'm not sure. I am sorry to tell you this. I am rejecting your proposal. What? You didn't even listen to us. Gentlemen,
Please take your seat. Please. To be precise, your humanoid is just a machine. കരീം ചാച്ചാ, എന്താ അവിടെ നിന്നേ? അകത്തേക്ക് വാ. ഇന്ന് നിങ്ങൾ ലീവാന്നല്ലേ പറഞ്ഞേ? ഇന്നത്തെ ലീവ് ആർക്കാ വേണ്ടത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ട്രോങ് കോഫി. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു ചാച്ചാ. എല്ലായ്പ്പോഴും നല്ലതേ വരൂ. താങ്ക് യു ചാച്ചാ. താങ്ക് യു സോ മച്ച്. ചാച്ചാ, എന്താ കയ്യില്? അത് ഒരു ചെറിയ ബർത്ത്ഡേ ഗിഫ്റ്റാ? വാവ്. താങ്ക് യു ചാച്ചാ. താങ്ക് യു സോ മച്ച്. ഇത് കരീം ചാച്ചാ. എനിക്ക് സന്തോഷമുള്ളപ്പോൾ ഇദ്ദേഹം കോഫി കൊണ്ടുതരും. തലവേദനയാണെങ്കിൽ ജിഞ്ചർ ടീ കൊണ്ടുതരും. എപ്പോഴും അദ്ദേഹത്തിന് എന്നെ മുഖം ഒന്ന് കണ്ടാൽ മാത്രം മതി എനിക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാവും. ഈ ചോക്ലേറ്റ് മാത്രം കൊണ്ട് കിട്ടുന്ന ഒരു സംതൃപ്തിയില്ലേ, അത് നിങ്ങളുടെ ഈ റോബോയെ കൊണ്ട് തരാൻ സാധിക്കുമോ? മനുഷ്യന്റെ മനസ്സറിയുന്നത് മനുഷ്യന് മാത്രമാണ്, യന്ത്രങ്ങൾക്കല്ല. വ്യവസായം ചെയ്യുന്നത് ലാഭത്തിന് വേണ്ടിയാ. അതിനുവേണ്ടി ഒരിക്കലും മനുഷ്യത്വം പണയം വെക്കരുതെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്റെ മുത്തശ്ശൻ മിസ്റ്റർ സൂര്യപ്രകാശ് ദേശായി. $5 മില്യൺ ലാഭത്തിനേക്കാൾ എന്നെ വിശ്വസിക്കുന്ന ഈ 500 കുടുംബങ്ങളുടെ സന്തോഷമാണ് എനിക്ക് പ്രധാനം. That's very good businessman, but you are taking a wrong decision. ആയിരിക്കാം, പക്ഷേ ഈ റോബോയെ കണ്ടുപിടിച്ചത് മനുഷ്യരല്ലേ. ആദ്യം മനുഷ്യരെ ബഹുമാനിക്കാം. ഐ എം സോറി ബ്രോ. യു ഗൈസ് പ്ലീസ് ടേക്ക് കെയർ. ചാച്ചാ വരൂ. നമ്മുടെ കയ്യിൽ എത്ര പൈസ ഉണ്ടെന്ന് ഞാൻ അമ്മേനോട് ചോദിച്ചതല്ലേ. നമ്മുടെ കയ്യില് കൊറേ പൈസയുണ്ട്. കൊറേന്ന് പറഞ്ഞാൽ എത്രയാ? കൊറേന്ന് പറഞ്ഞാ കണക്ക് കൂട്ടിയൊന്നും പറയാൻ പറ്റില്ല, അത്രയും. നിന്നോടൊരു കാര്യം ചോദിക്കുന്നത് കഷ്ടം തന്നെയാ. ഒരു ചോദ്യത്തിന് ഉത്തരം സീത കൃത്യമായിട്ട് പറയില്ല. അതെന്താ അങ്ങനെ? ഇപ്പൊ കണക്ക് നോക്കിയിരുന്നാലേ നമ്മൾ രണ്ടാളും ലേറ്റ് ആവും. മൂർത്തിയങ്കളും ശാന്താന്റിയും ഒക്കെ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും. നമുക്ക് വേഗം പോകാം. അമ്മ, ബെല്ലി. ബെല്ലി, ഇന്ന് എന്ത് ദിവസാന്നറിയോ? കേക്ക് ഡേയാ. ഇന്ന് നമുക്ക് കേക്ക് കഴിക്കാലോ. മുത്തശ്ശി. എന്റെ കൺമണിക്ക് 100 ജന്മദിനാശംസകൾ. താങ്ക് യു മുത്തശ്ശി. മുത്തശ്ശി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇന്ന് എനിക്കൊരു വലിയ സമ്മാനം തരുമെന്ന്, അല്ലേ? ശരിയാണല്ലോ. മുത്തശ്ശന്റെ കൂടെ കൂടി ഈ ഇടയായിട്ട് ഞാനും എല്ലാം മറക്കുന്നുണ്ട്. മുത്തശ്ശി മറന്നോ? ഈ ഇടയായിട്ട് എന്തുണ്ടായാലും എന്റെ തലയ്ക്ക് വയ്ക്കല് തന്നെ പണി. ഹാപ്പി ബർത്ത്ഡേ പൊന്നെ. ഹാപ്പി ആയിട്ടിരിക്കട്ടോ. മുത്തശ്ശ, എന്റെ ബർത്ത്ഡേ മുത്തശ്ശിന് ഓർമ്മയുണ്ടോ? ഈ റിട്ടയർഡ് മെക്കാനിക്കൽ എഞ്ചിനീയർ വെങ്കേഷ് മൂർത്തി എന്ന ആരാന്നാ എല്ലാം ഓർമ്മയുണ്ട് മോളെ. ഇന്നലെ ഉച്ചക്ക് ഞാൻ ആരാണെന്ന് ചോദിക്കുക. മുത്തശ്ശ, മുത്തശ്ശ, മുത്തശ്ശൻ എന്തായി ഒളിച്ചു പിടിക്കുന്നേ? നിനക്ക് ഇഷ്ടമുള്ള തന്നെയാ, ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഇഷ്ടമുള്ളതല്ലേ, തുറക്ക് മുത്തശ്ശ. ഇങ്ങനെയൊന്നുമല്ല, നമ്മുടെ സ്റ്റൈലിൽ. ഓക്കേ. നോക്ക് നോക്ക്. ആരാണ്? പോലീസ്. ആരെ വേണം? കള്ളനെ. ആ കോഡ് വേട് പറ. ഈ മുത്തശ്ശനെ പിടിച്ച്. മുത്തശ്ശ, ഇതിനകത്ത് എന്താ? നീ തന്നെ നോക്കിക്കേ, അപ്പൊ കാണാം. വാവ്, കിച്ചൺ സെറ്റ്. 30 വർഷങ്ങൾക്ക് മുൻപ് എന്റെ മകക്ക് കൊടുക്കാൻ ആഗ്രഹിച്ചതാ. മകക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും പേരക്കുട്ടിക്ക് കൊടുക്കാനുള്ള ഭാഗ്യം ദൈവം തന്നു. അത് തന്നെ വലിയ അനുഗ്രഹം. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഫ്രീ
ഞാൻ നിന്നേക്കാളും കുറച്ചു വർഷം മുമ്പ് ജനിച്ചു എന്നല്ലേ ഉള്ളൂ. നല്ല ക്യൂട്ടായിട്ട് പ്രീന്ന് വിളിക്ക്. ഫ്രീ. യെസ്, താങ്ക് യു സ്വീറ്റ് ഹാർട്ട്. ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ടു മൈ സ്വീറ്റ് ഹാർട്ട്. ബർത്ത്ഡേ അവളുടെയാ. ഈ മകള് ജനിച്ച ദിവസമല്ലേ ഈ അമ്മയും ജനിച്ചത്? കറക്റ്റ്. സീതമ്മ, നിനക്കും ഹാപ്പി ബർത്ത്ഡേ സീതമ്മ. പിടി സീതമ്മ. അയ്യോ, എന്റെ അമ്മയാ. എന്തിനാ കട്ട് ചെയ്യുന്നത്? അത് എടുക്ക്. ഫോൺ എടുത്തു കഴിഞ്ഞാലും എവിടെയാ, കഴിച്ചോ എന്നൊന്നും ചോദിക്കാൻ പോകുന്നില്ല. അവർക്ക് വേണ്ടത് എന്താണെന്നറിയോ? എനിക്ക് കിട്ടുന്ന സാലറി മാത്രം. എന്റെ കല്യാണം കഴിഞ്ഞാലെങ്കിൽ ഇതിനൊരു മാറ്റം ഉണ്ടായാൽ മതിയായിരുന്നു. അവസാനം ഇനി കല്യാണം കൊണ്ടൊരു പ്രശ്നമായാലോ? ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് ഇതുകൊണ്ടൊന്നും ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ലൊരാളെ കല്യാണം കഴിച്ച് ഈ ജോലിക്ക് പോക്കൊക്കെ ഒന്ന് നിർത്താൻ എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ട് ആന്റി. എന്നിട്ട് ഒരു ഇമ്പോർട്ടഡ് കാറില്. സിഹിമോളെ, ഇത്രയും നാളെ നീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടന്നു. പ്ലീസ് മോളെ, എത്രയും പെട്ടെന്ന് ഒരു കോടീശ്വരനായിട്ടുള്ള രാജകുമാരൻ വന്ന് എന്റെ കൈ പിടിക്കൂന്ന് ഒന്ന് വിഷയ്. പ്ലീസ് പ്ലീസ് പ്ലീസ്. എത്രയും പെട്ടെന്ന് ഒരു കോടീശ്വരൻ. അയ്യോ, കോടീശ്വരൻ അല്ല മോളെ, ശതകോടീശ്വര രാജകുമാരൻ. പ്ലീസ് പൊന്നെ, വിഷയ്, പ്ലീസ് പ്ലീസ് പ്ലീസ്. കോടീശ്വരൻ രാജകുമാരൻ വന്നിട്ട് നിന്റെ കൈ പിടിക്കും. യെസ് 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 യെസ്.